സ്റ്റേജ് 1-ൽ നിൽക്കുന്നവർക്കായിക്കോട്ടെ, സ്റ്റേജ് 2-ൽ നിൽക്കുന്നവർക്കായിക്കോട്ടെ, നമുക്കെല്ലാവർക്കും വേണ്ടത് എന്താ? സെയിൽസ്. സോ ഇനിഷ്യലി വി ഓൾ നീഡ് സെയിൽസ്. കറക്റ്റ് അല്ലേ? നമുക്ക് കച്ചവടം വേണം. എങ്ങനെ കച്ചവടം കൂട്ടാം? എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം? അപ്പോൾ 2 കാര്യങ്ങളിലാണ് സെയിൽസ് നിൽക്കുന്നത്. സെയിൽസ് കയറണമെങ്കിൽ 2 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ട്രാഫിക്. എന്താ ട്രാഫിക്? കൂടുതൽ എൻക്വയറി ജനറേറ്റ് ചെയ്യാൻ പഠിക്കണം. 2, കൺവേർഷൻ. ഈ വരുന്ന ട്രാഫിക്കിനെ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. ഈ 2 എക്സ്പെർട്ടൈസ് ആണ് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ നമ്മൾക്ക് വേണ്ട സ്കിൽ സെയിൽസിൽ. എന്തൊക്കെയാ? ഒന്ന്, ട്രാഫിക് ക്രിയേറ്റ് ചെയ്യുക, എൻക്വയറി കൊണ്ടുവരാൻ, കൂട്ടാൻ നമ്മൾ പഠിക്കണം. 2, അത് കൺവേർട്ട് ചെയ്യാൻ. കാരണം ഈ 2 സ്ട്രാറ്റജി ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ എൻക്വയറി കൂട്ടാം, ഫോർ ദാറ്റ് വി നീഡ് സ്ട്രാറ്റജി. എങ്ങനെയൊക്കെ ആവുന്ന എൻക്വയറി കൺവേർട്ട് ചെയ്യാം, ഫോർ ദാറ്റ് ഓൾസോ വി നീഡ് സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് യുവർ കൺവേർഷൻ റേറ്റ് നൗ? നിങ്ങൾക്കൊരു 10 എൻക്വയറി വരുന്നുണ്ട് എങ്കിൽ എത്ര എണ്ണം ഇപ്പോൾ അത് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ യഥാർത്ഥ പ്രശ്നം എവിടെയാണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനുള്ള ഒരു ഫ്രെയിം വർക്കാണ് 5A ഫ്രെയിംവർക്ക്. 5A എഴുതിക്കോ. 5A. ഈ 5Aയിൽ കിടപ്പുണ്ട് നിങ്ങളുടെ പ്രശ്നം. ഒന്നാമത്തെ A ഈസ് അവെയർനെസ്. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിൽ എത്ര പേർക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് A. സെക്കൻഡ് A ഈസ് അപ്പീൽ. അപ്പീൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവെയർനെസ് എന്താ? ഹൗ മെനി ഓഫ് ദം നോ മീ? എത്ര പേർക്ക് നമ്മളെ അറിയാം? നോ. 2 എന്താ? അപ്പീൽ. ഇപ്പോൾ 1,00,000 പേർക്ക് എന്നെ അറിയാം. ഇതിൽ 50% ആളുകൾക്ക് എന്നെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇയാൾ കൊള്ളാലോ, ഇയാളുടെ വീഡിയോ ഒക്കെ അടിപൊളിയാണ്, ഇയാളുടെ ക്ലാസ് സൂപ്പറാണ്, ഇയാൾ നല്ല രീതിയിൽ പറയുന്നുണ്ട്. ചിലർ ബാക്കി 50% എന്തുവല്ല ഈ പറയുന്നത്. അപ്പം 50% ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നു. ഏതിൽ? ഈ എന്നെ അറിയാവുന്ന 1,00,000-ൽ 50,000 പേർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ എൻ്റെ അപ്പീൽ റേഷ്യോ എത്രയാ? 50%. ഇനി അടുത്ത A ആണ്. അപ്പം ഇത് എന്നെക്കുറിച്ച് അറിഞ്ഞു, എന്നെ ഇഷ്ടപ്പെട്ടു. ഇതിൽ എത്ര പേര് എൻക്വയറി എടുത്തു? അടുത്തത് ആസ്ക്. ആസ്ക് എന്താ? ചോദിക്കുന്നുണ്ട്. എന്താ, എങ്ങനെയാണ് നിങ്ങളുടെ പ്രൈസ്? എന്നാ നിങ്ങളുടെ ട്രെയിനിങ് ഉള്ളത്? എങ്ങനെയാണ് നിങ്ങളുടെ ട്രെയിനിങ് ഉള്ളത്? എനിക്ക് ഇത് കിട്ടാൻ എന്ത് ചെയ്യണം? എൻക്വയറി, ആസ്ക്. അപ്പം ഇതെന്തായി? ഈ 50,000-ൽ 10,000 പേര് എൻക്വയറി ഇട്ടു എന്നിരിക്കട്ടെ. അപ്പോൾ എത്ര പെർസെൻറ്റേജ്? 20%. അപ്പോൾ എൻ്റെ ആസ്ക് റേഷ്യോ എന്താ? 20%. അത് കഴിഞ്ഞ് ഈ 10,000-ൽ 10% പേര് ആക്ട് ചെയ്തു. എന്ത് ചെയ്തു? പേയ്മെൻ്റ് ഇട്ട് ക്ലാസ്സിന് വന്നു, ഇല്ലെങ്കിൽ ഏതെങ്കിലും പൈസ നമുക്ക് തന്നു. അതാണ് ആക്ട്, ആക്ഷൻ. ലെറ്റ്സ് സേ 1000 പേര് ഇതിൽ നിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു, വിച്ച് മീൻസ് 10% ആക്ട് റേറ്റ്. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടണമെന്നും എല്ലാവരും എന്നെക്കുറിച്ച് പുറത്തു പോയി പറയണമെന്നും അടുത്ത പ്രോഗ്രാമിന് ഏതാണ്ട് പുള്ളിയുടെ പ്രോഗ്രാമുണ്ട്, ഞാൻ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമുണ്ട്. ഓക്കെ, അവരെ പറയുന്ന പേരാണ് അഡ്വക്കേറ്റ്. അവരാരായി മാറും? നമ്മൾക്ക് വേണ്ടി റെഫർ ചെയ്യുന്നവരായി മാറും. ലെറ്റ്സ് സേ ഈ 1000 പേരിൽ 500 പേര് എൻ്റെ അഡ്വക്കേറ്റായി മാറുന്നു എങ്കിൽ 50%. സൊല്യൂഷൻ നോക്കിക്കോണം. 10,00,000 പേരുള്ള മാർക്കറ്റിൽ വെറും 1,00,000 പേർക്ക് എന്നെ അറിയൂ. വിച്ച് മീൻസ് എന്നെക്കുറിച്ചുള്ള അവെയർനെസ് കൂട്ടണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? മാർക്കറ്റിംഗ് ക്യാമ്പയിനിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അതിന് സോഷ്യൽ മീഡിയയിൽ പോകാം, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ നടത്തിയ പോലെ പ്രോഗ്രാമുകൾ അവിടെ മുക്കിനും മൂലയ്ക്കും നടത്താം, ഇല്ലെങ്കിൽ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ഇടാം, ഇല്ല കൂടുതൽ ഫ്രീ ക്ലാസ്സുകൾ നടത്താം. മനസ്സിലാവുന്നോ? അവെയർനെസ് കൂട്ടണം. അപ്പം അവെയർനെസ് കുറവാണെങ്കിൽ
മാർക്കറ്റിങ്ങിൽ ശ്രദ്ധിക്കണം. എന്താണ് മാർക്കറ്റിംഗ്? സൊല്യൂഷനാ പറയുന്നത്. നിങ്ങൾക്ക് അവെയർനെസ്, ടോട്ടൽ മാർക്കറ്റിന്റെ സൈസ് ഇത്രയും, നിങ്ങളെ അറിയാവുന്നവർ ഇത്രയാണ് എങ്കിൽ എവിടെ ശ്രദ്ധിക്കണം? മാർക്കറ്റിംഗ്. ഇനി അതിൽ 1,00,000 പേർക്ക് എന്നെ കണ്ടു, പക്ഷേ 50,000 പേർക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ദിസ് മീൻസ് എന്നെ കാണുന്നവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതായത് എൻ്റെ കോണ്ടന്റിൽ എവിടെയോ പ്രശ്നമുണ്ട്. മാർക്കറ്റിംഗ് ഓക്കെയാണ്, പക്ഷെ എൻ്റെ കോണ്ടന്റിൽ പ്രശ്നമുണ്ട്. ഞാൻ കൊടുക്കുന്ന മെസ്സേജിൽ എവിടെയോ പ്രശ്നമുണ്ട്. ഇത് കൺവേ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടണം. അതിനെന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രശ്നം അപ്പീലാണെങ്കിൽ കോണ്ടന്റ് മാർക്കറ്റിംഗ്. എന്താണ് ആ വാച്ചിൻ്റെ പ്രത്യേകത? എന്താണ് ആ ഫോണിൻ്റെ പ്രത്യേകത? എന്താണ് ആ ഡ്രസ്സിൻ്റെ പ്രത്യേകത? എന്താണ് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകത? അവർക്ക് അവെയർനെസ് കൂടുതൽ കൊടുത്ത് കോണ്ടന്റ് മാർക്കറ്റ് ചെയ്യണം, എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടും. ക്ലിയർ ആണോ? അപ്പീൽ. ഇനി ആ കണ്ടവർ എൻക്വയറി ഇടുന്നു, പക്ഷേ ഇത് കൺവേർട്ട് ആവുന്നില്ല. 10,000 പേര് വിളിച്ചു, 1000 പേരെ കൺവേർട്ട് ആയുള്ളൂ. ആരുടെ പ്രശ്നമാണ്? സെയിൽസ് ടീമിൻ്റെ പ്രശ്നം. അവർക്ക് എന്തറിയില്ല? ക്ലോസിംഗ് അറിയില്ല. അപ്പം ഇവർക്ക് എന്ത് കൊടുക്കണം? ക്ലോസിംഗ് സ്കില്ല് പഠിപ്പിക്കുന്ന സെയിൽസ് ട്രെയിനിങ് കൊടുക്കണം. കാരണം എൻക്വയറി ഇഷ്ടം പോലെ വരുന്നുണ്ട്, കൺവേർട്ട് ആവുന്നില്ല. അപ്പോൾ ഇവർക്ക് കൺവേർഷൻ സ്കില്ലില്ല. അപ്പോൾ നമ്മൾ ഇവർക്ക് എന്താ പ്രശ്നം? കൺവേർഷനാണ് പ്രശ്നം. ഇനി ഒരു തവണ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്, പക്ഷെ പിന്നെ അവർ മേടിക്കുന്നില്ല. നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് പോരാ. ഇനി ഒന്നെടുത്തേ, 5 A's ഒന്ന് പേപ്പറിലോട്ട് എഴുതിക്കേ. അവെയർനെസ്, അപ്പീൽ, ആസ്ക്, ആക്ട് ആൻഡ് അഡ്വക്കേറ്റ്. നിങ്ങളുടെ പ്രശ്നം എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കിക്കേ.